കേരളത്തിൽ 14 ജില്ലകൾ, 140 നിയോജക മണ്ഡലങ്ങൾ, 140 നിയോജക മണ്ഡലങ്ങൾ, 14 ജില്ലകൾ. ഇവയിലൂടെ സഞ്ചരിച്ച് പൊളിറ്റിക്സ് കേരളയുടെ സർവേകൾ ഇന്നു മുതൽ തുടങ്ങുന്നു. ഓരോ ജില്ലയിലെയും സർവേ ഓരോ ദിവസവും പൊളിറ്റിക്സ് കേരള പുറത്തുവിടും. സർവേകൾ സമാഹരിക്കാൻ സർവേകൾക്കായി ഞങ്ങളെ സഹായിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സാമുദായിക നേതാക്കൾ, പ്രത്യേകിച്ചും SNDP അടക്കമുള്ള സാമുദായിക നേതാക്കൾ, അവർക്കൊക്കെ നന്ദി. പൊളിറ്റിക്സ് കേരള തുടങ്ങുന്നത് വ്യത്യസ്തമായ ഒരു ജില്ലയിൽ നിന്നാണ്. എപ്പോഴും ചൂട് കൂടുതലുള്ള പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ല കഴിഞ്ഞ തവണ LDF തൂത്തുവാരി. പാലക്കാട് ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങൾ. മലമ്പുഴ, പാലക്കാട്, ചിറ്റൂർ, ഷൊർണൂർ, മണ്ണാർക്കാട്, നെന്മാറ, ഒറ്റപ്പാലം, കോങ്ങാട്, ആലത്തൂർ, തൃത്താല, പട്ടാമ്പി, തരൂർ എന്നിവയാണ് പാലക്കാടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ എത്ര സീറ്റ് UDF-ന്, എത്ര സീറ്റ് ഇത്തവണ LDF-ന്, അതാണ് കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ തവണ 9-3 എന്നതായിരുന്നു പാലക്കാട്ടെ സ്കോർ നില. ഇത്തവണ അതെങ്ങനെ പോകും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് നോക്കാം. ഒറ്റപ്പാലത്ത് പ്രേംകുമാറാണ് നിലവിലെ MLA. കഴിഞ്ഞ തവണ പ്രേംകുമാർ പരാജയപ്പെടുത്തിയത് ഇപ്പോൾ CPM-ലേക്ക് ചേക്കേറിയ P. സരനെ. P. സരനെ 5000-ൽ പരം വോട്ടിനാണ് പ്രേംകുമാർ പരാജയപ്പെടുത്തിയത്. ഒറ്റപ്പാലം ഇക്കുറിയും CPM-നോടൊപ്പം പ്രേംകുമാർ തന്നെയായിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥി. ഇനി നമുക്ക് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ ഷൊർണൂരിലേക്ക് പോകാം. അവിടെ കഴിഞ്ഞ തവണ P. മമ്മിക്കുട്ടി, CPM-ലെ P. മമ്മിക്കുട്ടി ജയിച്ചത് 36,676 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. എതിർ സ്ഥാനാർത്ഥി തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് ഷൊർണൂർ CPM-നെ കൈവിടില്ല. ഷൊർണൂർ CPM-നോടൊപ്പം തന്നെ നിൽക്കും. ഇനി തൃത്താലയിലേക്ക് പോകാം. 1970 മുതൽ 90 വരെ കോൺഗ്രസിനോടൊപ്പം നിന്ന മണ്ഡലമാണ് തൃത്താല. 2021-ൽ MP രാജേഷ് VT ബൽറാമിനെ അട്ടിമറിച്ചു. 3016 വോട്ടിനാണ് MP രാജേഷ് VT ബൽറാമിനെ അട്ടിമറിച്ചത്. ഇതോടെ തൃത്താല വീണ്ടും ചുവന്നു. തൃത്താലയിൽ ഇത്തവണ വിജയം MP രാജേഷിന് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്നത് ഉറപ്പാണ്. കാരണം MP രാജേഷ് അവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും ജനകീയ പ്രവർത്തനങ്ങളും ഒക്കെ LDF-ന് തുണയായി. ഇനി തരൂരാണ്. അതും CPM-ന്റെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ തവണ CPM-ന്റെ സുമോദ് 24,531 വോട്ടിനാണ് തരൂരിൽ നിന്ന് വിജയിച്ചത്. അതിൽ കൂടുതൽ ഭൂരിപക്ഷം LDF-ന് കിട്ടുമോ എന്നാണ് തരൂരിലെ CPM പ്രാദേശിക നേതാക്കൾ ചിന്തിക്കുന്നത്. ആ കോട്ടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കോൺഗ്രസിന്. അടുത്തത് ചിറ്റൂരാണ്. ചിറ്റൂർ മണ്ഡലത്തില് ഒരു പ്രത്യേകതയുണ്ട്. കൃഷ്ണൻകുട്ടിയും അച്യുതനും, ജനതാദളിലെ കൃഷ്ണൻകുട്ടിയും അച്യുതനും മാറി മാറി ജയിക്കുന്ന മണ്ഡലം. കഴിഞ്ഞ 2 തവണ കൃഷ്ണൻകുട്ടി തന്നെയാണ് ചിറ്റൂരിൽ നിന്ന് വിജയിച്ചത്. കഴിഞ്ഞ തവണ അച്യുതന്റെ മകൻ മത്സരിച്ചെങ്കിലും 33,878 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ജയിച്ചു കയറിയത്. അത് ഒരു വലിയ വിജയം തന്നെയായിരുന്നു. കൃഷ്ണൻകുട്ടി വീണ്ടും മത്സരിക്കുമെന്നും അല്ലെങ്കിൽ CPM ആ സീറ്റ് ഏറ്റെടുക്കുമെന്നും ഒക്കെയുള്ള വാർത്തകൾ പരക്കുന്നു. എന്തായാലും പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ വീണ്ടും അവിടെ മത്സരിക്കും. നെന്മാറ CPM മാത്രം വിജയിച്ച് വരുന്ന ഒരു മണ്ഡലമാണ് നെന്മാറ. കഴിഞ്ഞ തവണ CPM-ന്റെ K. ബാബു 28,704 വോട്ടിനാണ് വിജയിച്ചത്. 28,704 വോട്ടിനാണ് K. ബാബു നെന്മാറയിൽ നിന്ന് വിജയിച്ചത്. ഇത്തവണയും നെന്മാറയിൽ CPM-ന് എതിരില്ല. ഇനി പട്ടാമ്പിയാണ്. പട്ടാമ്പി മുഹമ്മദ് മുഹ്സിന്റെ JNU പ്രോഡക്റ്റായ മുഹമ്മദ് മുഹ്സിന്റെ മണ്ഡലമാണ്.
CPI-യുടെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മുഹമ്മദ് മൊഹ്സിൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പക്ഷേ മുഹമ്മദ് മൊഹ്സിനും CPI സംസ്ഥാന നേതൃത്വവുമായി ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ മുഹമ്മദ് മൊഹ്സിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കും. ഇനി ആലത്തൂരാണ്. 1991 ഒഴികെ LDF വിജയിച്ച ആലത്തൂർ. KD പ്രസേനനാണ് ഇപ്പോൾ LDF-ലെ നിലവിലെ MLA. 34,118 വോട്ടിനാണ് KD പ്രസന്നൻ കഴിഞ്ഞ തവണ വിജയിച്ചത്. അവിടെയും ഇത്തവണ KD പ്രസന്നൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അവിടെയും ഒരു അത്ഭുതം കാട്ടാനോ ഒരു അട്ടിമറി നടത്താനോ UDF-ന് കഴിയില്ല. ഇനി മണ്ണാർക്കാടാണ്. CPI തുടക്കം മുതൽ വിജയിച്ചു വരുന്ന മണ്ണാർക്കാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് കൊടുത്തിരുന്നു. മുസ്ലിം ലീഗിന്റെ N ഷംസുദ്ദീൻ 5,870 വോട്ടിന് ജയിച്ച മണ്ണാർക്കാട്. ആ മണ്ണാർക്കാട് CPM-നെ അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ബാലികറാമലയാണ്. CPI-ക്ക് നല്ല സ്ഥാനാർത്ഥിയെ നിർത്താൻ അറിയില്ല മണ്ണാർക്കാട്. നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നല്ല ഫൈറ്റ് നടക്കും. ഇല്ലെങ്കിൽ ഒന്നുമല്ലാതായി തുടർച്ചയായി N ഷംസുദ്ദീൻ ജയിച്ചു പോകുന്ന അവസരം ഉണ്ടാകും. ഇനി കോങ്ങാട് സംവരണ മണ്ഡലമാണ്. LDF തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ K ശാന്തകുമാരി അവിടെ വിജയിച്ചത് വൻ ഭൂരിപക്ഷത്തിലാണ്. ഏകദേശം 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് K ശാന്തകുമാരി ജയിച്ചത്. അതിനു മുമ്പ് വിജയദാസ് ആയിരുന്നു അവിടുത്തെ MLA. അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. CPM ആ സീറ്റ് പിടിച്ചെടുക്കും, നിലനിർത്തും. ഇനി മലമ്പുഴയാണ്. മലമ്പുഴയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. BJP 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് മലമ്പുഴ. മലമ്പുഴയിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് M പ്രഭാകരനാണ്. 25,733 വോട്ടിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് മലമ്പുഴയിൽ പ്രഭാകരൻ വിജയിച്ചത്. മലമ്പുഴ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. VS അച്യുതാനന്ദൻ തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ്. EK നയനാർ, T ശിവദാസ മേനോൻ എന്നിവരൊക്കെ വിജയിച്ച മണ്ഡലമാണ്. അതാണ് മലമ്പുഴ. മലമ്പുഴയിൽ ഇത്തവണ CPM-ന് ഈസി വാക്ക് ഓവറാണ്. പക്ഷെ അവിടെ BJP വളർന്നു വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി ഏറ്റവും അസന്നിഗ്ധമായ ഒരു മണ്ഡലത്തിലേക്ക് പോകാം. പാലക്കാടാണ്. 2 തവണ ഷാഫി പറമ്പിൽ വിജയിച്ച പാലക്കാട്. 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മെട്രോമാൻ ശ്രീധരനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ തോൽപ്പിച്ചു. 3,859 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടിന് വിജയിച്ചു. പക്ഷേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കില്ല. അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചടിയായി വന്നിരിക്കുന്നു. എങ്കിലും UDF സ്ഥാനാർത്ഥി നിന്നു കഴിഞ്ഞാൽ നേരിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. ഇനി പാലക്കാട് അടുത്ത 2026-ൽ എത്ര സീറ്റ് LDF-ന്, എത്ര സീറ്റ് UDF-ന് എന്ന് നോക്കാം. 3 സീറ്റാണ് UDF-ന് കിട്ടാൻ പോകുന്നത്. അത് തൃത്താല, മണ്ണാർക്കാട്, പാലക്കാട്. 9 സീറ്റ് LDF-ന് ലഭിക്കും. 12 സീറ്റിൽ 3 സീറ്റ് UDF-ന്, 9 സീറ്റ് LDF-ന്. മറ്റൊന്ന്, 1 സീറ്റും കൂടെ UDF നേടാനുള്ള സാധ്യതയുണ്ട്. അത് പട്ടാമ്പിയാണ്. മുഹമ്മദ് മൊഹ്സിൻ അടുത്ത തവണ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ആ സീറ്റ് CPM-ന്റെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ വരുമ്പോൾ 4 സീറ്റ് UDF-ന്, ബാക്കി 8 സീറ്റ് LDF-ന്.